ഇപ്പോൾ എന്തുവാടോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ലൊരു ഒഴിച്ചുകറിയാണ്. നല്ല തക്കാളി മുരിങ്ങക്കായൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറി. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യം തന്നെ മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൈ വെച്ച് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങക്കായും തക്കാളിയും മുങ്ങിക്കിടക്കുന്ന വിധം വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇത് അപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. തേങ്ങയിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി ഇല്ലേ, കുറച്ചേറെ കുഞ്ഞുള്ളി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞുള്ളിയും അത് കണക്ക് തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് അരഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി മുരിങ്ങക്കായൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്ന് കാണും. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ മാങ്ങയുണ്ടെങ്കിൽ, നല്ല പച്ച മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമുറി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ മാങ്ങ എങ്ങനെ കിട്ടാറില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കടുവറ തുടങ്ങാം. നല്ല കുഞ്ഞുള്ളിയും കടുകും ഉലുവയും കുറച്ച് ഏറെ മുളകും ഒക്കെ ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ട് നല്ലൊരു കടുക് വറുത്ത് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിക്കണം. നിങ്ങൾ വെളിച്ചെണ്ണ കടുക് വറുക്കാൻ നോക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മിസ് ചെയ്യൂ.